ഇതൊക്കെ എവിടുന്ന പൊട്ടിച്ച് വരണേന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ പറമ്പിൽ കേട്ടോ. കാണണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വിളവെടുപ്പ് ഭയങ്കര നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല, അത്രയും ഇഷ്ടമാണ് കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയാ അല്ലേ കാണാനായിട്ട്. ഒരുപാട് ചെനപ്പുകൾ വന്നിരിക്കുക ഈ ഒരു പൈനാപ്പിളിന്. നല്ല വലുപ്പമുണ്ട്. ഓക്കെ, അതിൻ്റെ പഴുത്തിട്ട് നല്ല മണം കേട്ടോ. ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മണം എടുക്കുന്നത്. നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നിറയെ കൈതച്ചക്ക, നിറയെ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പൈനാപ്പിളിൻ്റെ സീസൺ കൂടിയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാം ഒരുമിച്ച് ഉണ്ടാവില്ല, കുറേശ്ശെ എല്ലാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാം അല്ലേ. പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്തേ വളരെ എളുപ്പമാണ്. എത്ര വലിയ മടിയന്മാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഒരു പൈനാപ്പിൾ. അധ്വാനം വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കടകളിൽ നിന്ന് വാങ്ങാണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിളിൻ്റെ സീസണായാൽ നമുക്ക് സീസണൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക കടയിൽ നിന്നൊക്കെ അല്ലേ. പക്ഷേ 2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ, ഈ ഭാഗത്തെ സൈഡിൽ ഒരുപാട് ചെനപ്പ് വന്നിട്ടുണ്ട് അല്ലേ. കേട്ടോ നോക്കിയേ, 1 2 3 4 5 5ഒന്നല്ല, ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. അപ്പോൾ 6 ചെനപ്പോളം, 6 പോരാ, അത്രയും ചെനപ്പ് വന്നിട്ടുണ്ട്. ഈ ചെനപ്പ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുത്തിട്ട് നോക്കിയേ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറക്കിയേട്ടാ. സൈഡ് ബ്രാഞ്ചസ് ആണ് ഞാൻ പറിച്ചത്. ഈ ഒരു ചെനപ്പ് ഇങ്ങനെ കുഴിച്ചിട്ടാലാണ് നമുക്ക് അടുത്ത വർഷത്തേക്ക്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതുപോലെ ഫ്രൂട്ടായിട്ട് കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഉണ്ടാവണ ഈ ഫ്രൂട്ടിൻ്റെ മുകളിൽ ഉണ്ടാവണ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയമെടുക്കും ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു സംഭവത്തിനെ നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പൈനാപ്പിളിന് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചാണകത്തെളി ഒഴിച്ചു കൊടുക്കും, നമ്മുടെ ജൈവ സ്ലറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒഴിച്ചു കൊടുക്കാമെന്നല്ലാണ്ട് പ്രത്യേക ഒരു പരിചരണം ഒന്നും കൊടുക്കാറില്ല കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ഇത്രയും വലിയ ഒരു പൈനാപ്പിൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് വേര് പിടിപ്പിക്കാൻ 2 രീതിയുണ്ട്. ഒന്ന് നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് വേര് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ വേര് വരും കേട്ടോ.